Hey learners, welcome to Smart Slate PSC HSA സോഷ്യൽ സയൻസ് ഹബ്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. HSA സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ നമുക്ക് സിലബസിനനുസരിച്ച് നമുക്ക് പഠിച്ച് പോവാം. അപ്പോൾ എല്ലാ PSC പരീക്ഷകളെയും പോലെ തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ സിലബസാണ്. മറ്റ് PSC എക്സാമുകൾ, അതായത് നമ്മുടെ LP UP എക്സാമൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വാസ്റ്റ് ആയിരുന്നു. അതായത് PSC തന്നെ തന്നിട്ടുണ്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. എന്നാൽ നമ്മുടെ HSA സോഷ്യൽ സയൻസിൻ്റെ കേസ് അങ്ങനെയല്ല. സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടേ തന്നിട്ടുള്ളൂ, എന്നാൽ അത് ഡീപ്പായിട്ട് പഠിച്ചിട്ട് പോവുകയും വേണം. അപ്പോൾ നമുക്ക് സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഭാഗങ്ങളായിട്ടാണ് തന്നിട്ടുള്ളത്, പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് A എന്ന് പറയുന്നത് മറ്റ് സബ്ജക്റ്റുകളിൽ HSA എഴുതുന്ന എല്ലാവർക്കും ഈ ഒരു പാർട്ട് A എന്ന് പറയുന്നത് സെയിം ആണ്, അതായത് ജനറൽ പേപ്പറാണ്. അപ്പോൾ പാർട്ട് Aയിൽ 3 മൊഡ്യൂൾസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ്. ഈ റിനൈസൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. നമ്മൾ BEdന് നമ്മളുടെ അതത് സബ്ജക്റ്റുകളുടെ മെത്തഡോളജീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് മൊഡ്യൂൾ 3യിൽ വരുന്നത്. അപ്പോൾ ഇതാണ് പാർട്ട് A എന്ന് പറയുന്നത്. ആൻഡ് പാർട്ട് B എന്ന് പറയുന്നത് അതത് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട് Bയിൽ 8 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. മൊഡ്യൂൾ 3യും മൊഡ്യൂൾ 4ഉം ഇക്കണോമിക്സ് ആണ്. മൊഡ്യൂൾ 3 ഇക്കണോമിക് തിയറി ഡിഗ്രി ലെവലിലുള്ളതാണ്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കോണമി, കേരള ഇക്കോണമി ആൻഡ് പബ്ലിക് ഫിനാൻസ്. അതും നമുക്ക് ഡിഗ്രി ലെവലിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി മൊഡ്യൂൾ 5 ആൻഡ് 6 എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. മൊഡ്യൂൾ 7 ഫിസിക്കൽ ജോഗ്രഫിയും മൊഡ്യൂൾ 8 ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ എന്തെല്ലാം പുസ്തകങ്ങളാണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് SCERT ആൻഡ് NCERT ആണ്. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സ്റ്റഡീസിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആൻഡ് +1 +2ൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കണം. അതുകൂടാതെ നമ്മൾ എല്ലാ PSC പരീക്ഷകൾക്കും നമ്മൾ റെഫർ ചെയ്യുന്നൊരു പുസ്തകമാണ് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്. അതേപോലെ കേരള റിനൈസൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രീധര മേനോൻ്റെ പുസ്തകവും പഠിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് കൂടാതെ RS ശർമ്മയുടെ ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകവും സതീഷ് ചന്ദ്രയുടെ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകവും നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതത് സബ്ജക്റ്റുകളുടെ ഡിഗ്രി ആൻഡ് PG ലെവൽ ബുക്കുകളും ആവശ്യമുള്ള ടോപ്പിക്കിനനുസരിച്ച് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. സോ നമ്മൾ ആദ്യം തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആരെങ്കിലും തരുന്ന ടൈം ടേബിൾ ഉപയോഗിക്കുക എന്നുള്ളത് ആർക്കും പോസിബിൾ ആവുന്ന കാര്യമല്ല. കാരണം ഓരോരുത്തർക്കും അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ ഹൗസ് വൈഫ് ആയിരിക്കും, ചിലർ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവനവന് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിനനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതുകൊണ്ടോ നോട്ട് എഴുതിയതുകൊണ്ടോ ഒരു കാര്യമില്ല, കാരണം നമ്മൾ മറന്നുപോകും. ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പഠിക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ മറന്നു പോകാനുള്ള സാധ്യത. അപ്പോൾ ഡെയിലി റിവിഷൻ അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് രാത്രി പഠിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിവൈസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗ് ഇതെല്ലാം റിവൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഡെയിലി വൈസ് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ബേർഡൻ ആവില്ല. കുറച്ചായിട്ട് ഡെയിലി ഇരുന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, പോസിറ്റീവായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഇനിയുള്ള എൻ്റെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഇതുപോലെ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.